ആകാശമണ്ഡലത്തിലെ 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റതും ആത്മവിശ്വാസമുള്ളതുമായ നക്ഷത്രമാണ് അവിട്ടം. പുരാണങ്ങളിൽ 8 വസുക്കളാൽ അനുഗ്രഹിക്കപ്പെട്ട നക്ഷത്രമെന്ന് അവിട്ടത്തെ വിശേഷിപ്പിക്കുന്നു. ധനിഷ്ഠ എന്ന സംസ്കൃത നാമത്തിൽ അറിയപ്പെടുന്ന ഈ നക്ഷത്രം ഐശ്വര്യത്തിന്റെയും സംഗീതത്തിന്റെയും പോരാട്ടത്തിന്റെയും പ്രതീകമാണ്. അവിട്ടം നക്ഷത്രത്തിന്റെ അധിപൻ ആത്മവീര്യത്തിന്റെ ഗ്രഹമായ ചൊവ്വയാണ്. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടാനും ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നേറാനും സഹജമായ കഴിവുള്ളവരാണ് നിങ്ങൾ. 2026 മാർച്ച് മാസത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മാസം ഒരു പുതിയ തുടക്കത്തിന്റെയോ അല്ലെങ്കിൽ വലിയൊരു മാറ്റത്തിന്റെയോ സൂചനയാണ് നൽകുന്നത്. കടന്നുപോയ മാസങ്ങളിലെ കഠിനാധ്വാനത്തിന് കൃത്യമായ ബലം ലഭിച്ചു തുടങ്ങുന്ന ഒരു വിളവെടുപ്പ് കാലമെന്ന് വേണമെങ്കിൽ ഈ മാർച്ച് മാസത്തെ വിശേഷിപ്പിക്കാം. ജീവിതത്തിന്റെ ഓരോ പടവുകളിലും ഒരു പുതിയ വെളിച്ചം വീശുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്ന അനുഭവങ്ങളായിരിക്കും ഈ കാലയളവിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ മാസം സവിശേഷമാകുന്നു? കാലചക്രത്തിന്റെ ഗതിയിൽ 2026 മാർച്ച് മാസം അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തുലിതാവസ്ഥയുടെ മാസമാണ്. ഒരു വശത്ത് സാമ്പത്തികമായ ഉന്നതിയും തൊഴിൽപരമായ അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തുമ്പോൾ, മറുവശത്ത് വ്യക്തിബന്ധങ്ങളിലും കുടുംബത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കും. നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ ശരിയായ ദിശയിൽ തിരിച്ചുവിടാൻ സാധിച്ചാൽ അവിസ്മരണീയമായ വിജയങ്ങൾ ഈ 31 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ ദീർഘവീക്ഷണമുള്ളവരാണ്. എന്നാൽ ചിലപ്പോൾ എടുക്കുന്ന എടുത്തുചാട്ടം നിങ്ങളുടെ പ്ലാനുകളെ തെറ്റിക്കാറുണ്ട്. എന്നാൽ 2026 മാർച്ച് മാസം നിങ്ങളെ പഠിപ്പിക്കുന്നത് ക്ഷമയുടെ പാഠമാണ്. ഈ മാസം നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും വരാനിരിക്കുന്ന വർഷങ്ങളിലെ നിങ്ങളുടെ വളർച്ചയെ നിർണ്ണയിക്കുന്നവയായിരിക്കും. തൊഴിൽ മേഖലയിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച മരവിപ്പ് മാറി ഒരു പുതിയ ഊർജം പ്രസരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ ചക്രവാളങ്ങൾ തേടിപ്പോകാൻ അനുകൂലമായ കാറ്റ് വീശുന്ന സമയം കൂടിയാണിത്. ഈ മാസത്തിന്റെ ആദ്യ വാരങ്ങളിൽ ചില മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം. ഒരുപക്ഷെ അത് സാമ്പത്തികമായ ചില കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള ചില തണുത്ത പ്രതികരണങ്ങൾ കൊണ്ടോ ആകാം. എന്നാൽ അവിട്ടത്തിന്റെ സഹജമായ പോരാട്ടവീര്യം അവിടെയാണ് പുറത്തെടുക്കേണ്ടത്. തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത നിങ്ങളുടെ മനസ്സ് ഈ പ്രതിസന്ധികളെയും അതിജീവിക്കും. കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരുന്ന മാസമാണിത്. നിങ്ങളുടെ വാശികൾ പലപ്പോഴും പ്രിയപ്പെട്ടവരുമായുള്ള അകൽച്ചയ്ക്ക് കാരണമായേക്കാം. എന്നാൽ സ്നേഹത്തോടെയും കരുതലോടെയും കൂടി പെരുമാറിയാൽ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. ആത്മീയമായ ഒരു ഉണർവ് ഈ മാസത്തിന്റെ പകുതിയോടെ നിങ്ങളിൽ പ്രകടമാകും. ഇത് കേവലം പ്രാർത്ഥനകളിൽ മാത്രം ഒതുങ്ങാതെ നിങ്ങളുടെ ചിന്താഗതിയിലും പ്രവൃത്തികളിലും പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളൊരു വിദ്യാർത്ഥിയോ ഒരു ഉദ്യോഗാർത്ഥിയോ അല്ലെങ്കിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയോ ആരുമായിക്കൊള്ളട്ടെ, ഈ മാർച്ച് മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സുപ്രധാന വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സുവർണ അവസരമോ കടന്നു വരാൻ സാധ്യതയുണ്ട്. ആ അവസരത്തെ തിരിച്ചറിയുകയും കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുക എന്നതിലാണ് നിങ്ങളുടെ വിജയം. ചുരുക്കത്തിൽ 2026 മാർച്ച് മാസം അവിട്ടം നക്ഷത്രക്കാർക്ക് ഒരു പരീക്ഷണമല്ല, മറിച്ച് ഒരു പാരിതോഷികമാണ്. നിങ്ങളുടെ കഴിവിനെ ലോകത്തിന് മുന്നിൽ തെളിയിക്കാനും സാമ്പത്തികമായി സുരക്ഷിതത്വം നേടാനും മനസ്സിനെ ശാന്തമാക്കാനും ഈ മാസം നിങ്ങളെ സഹായിക്കും. ഗ്രഹനിലകളുടെ സങ്കീർണതയിലേക്ക് പോകാതെ തന്നെ പറയാം, നിങ്ങളുടെ ആത്മവിശ്വാസവും ദൈവാനുഗ്രഹവും ഒന്നിക്കുന്ന ഈ മാസത്തിൽ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും. വരാനിരിക്കുന്ന ഓരോ ദിവസത്തെയും എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നും ഏതൊക്കെ മേഖലകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, ആത്മീയത എന്നിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകളിലും ഈ മാസം ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായേക്കാമെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനം തിരിച്ചറിയപ്പെടും. മാസത്തിന്റെ രണ്ടാം പകുതിയോടെ സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ ശമ്പള വർധനവിനോ ഉള്ള അനുകൂല സാഹചര്യങ്ങൾ തെളിഞ്ഞുവരും. സഹപ്രവർത്തകരുമായി ഇടപഴകുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അനാവശ്യമായ തർക്കങ്ങൾ നിങ്ങളുടെ പ്രതിച്ഛായയെ ബാധിച്ചേക്കാം. IT, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങൾ ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം മികച്ച ലാഭം പ്രതീക്ഷിക്കാം. പുതിയ കരാറുകളിൽ ഒപ്പിടാൻ അനുകൂലമായ സമയമാണ്. മുൻപ് മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിക്കാൻ സാധിക്കും. എങ്കിലും പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അല്പം ജാഗ്രത പാലിക്കുക. സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമായിരിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് വിപണിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നത് നന്നായിരിക്കും. കയറ്റുമതി ഇറക്കുമതി മേഖലയിലുള്ളവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടായേക്കാം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ മറുപടികൾ ലഭിക്കും. പ്രത്യേകിച്ചും സാങ്കേതിക മേഖലയിലോ നിർമ്മാണ മേഖലയിലോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും. അഭിമുഖങ്ങളിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കഴിവിനേക്കാൾ നിങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവുമാകും തൊഴിൽദാതാക്കൾ ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 മാർച്ച് മാസം നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന മാസമായിരിക്കും. എങ്കിലും വരവിനൊപ്പം ചെലവും വർദ്ധിക്കാനിടയുണ്ട്. പല സ്രോതസ്സുകളിൽ നിന്നും പണം വന്നു ചേരാൻ സാധ്യതയുണ്ട്. പഴയ കുടിശ്ശികകൾ തീർപ്പാക്കാനും സാധിക്കും. കുടുംബസ്വത്തോ അല്ലെങ്കിൽ പിതൃസ്വത്തോ ലഭിക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങും. ഷെയർ മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. ലോട്ടറി പോലുള്ള അപ്രതീക്ഷിത ധനലാഭങ്ങൾക്കും സാധ്യത തള്ളിക്കളയാനാവില്ല.
വരവ് കൂടുന്നതിനനുസരിച്ച് ആഡംബര വസ്തുക്കളോ അല്ലെങ്കിൽ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ ആയി വലിയൊരു തുക ചെലവാക്കേണ്ടി വരും. കുടുംബത്തിലെ ആഘോഷങ്ങൾക്കായി പണം ചെലവഴിക്കും. എങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാസാവസാനത്തോടെ ചില ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കായി പണം മാറ്റിവെക്കേണ്ടി വന്നേക്കാം. ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വളരെ ഗുണകരമാണ്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. കടം കൊടുക്കുന്ന കാര്യത്തിൽ ഈ മാസം നിയന്ത്രണം വേണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. പരസ്പര ധാരണയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ദാമ്പത്യ ജീവിതത്തിൽ മൂന്നാമതൊരാളുടെ ഇടപെടൽ അനുവദിക്കരുത്. ഇത് അനാവശ്യമായ സംശയങ്ങൾക്കും കലഹങ്ങൾക്കും കാരണമായേക്കാം. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഈ മാസം സന്തോഷ വാർത്തകൾ പ്രതീക്ഷിക്കാം. മാതാപിതാക്കളുടെ അനുഗ്രഹവും സഹകരണവും നിങ്ങളെ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി ഐക്യമുണ്ടാകും. കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ സന്ദർശനം മനസ്സിന് സന്തോഷം നൽകും. എങ്കിലും വീടിനുള്ളിൽ നടക്കുന്ന ചർച്ചകളിൽ സംയമനം പാലിക്കുക. നിങ്ങളുടെ ദേഷ്യം കുടുംബാംഗങ്ങളെ വിഷമിപ്പിച്ചേക്കാം. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. പ്രണയിക്കുന്നവർ തമ്മിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അവ വേഗത്തിൽ പരിഹരിക്കപ്പെടും. അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ ഈശ്വരവിശ്വാസമുള്ളവരാണ്. ഈ മാസം നിങ്ങളുടെ ആത്മീയ താല്പര്യങ്ങൾ വർദ്ധിക്കും. തിരക്കേറിയ ജീവിതത്തിനിടയിൽ സമാധാനം കണ്ടെത്താൻ നിങ്ങൾ ആത്മീയ മാർഗങ്ങൾ തേടും. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. നെഗറ്റീവ് ചിന്തകളെ അകറ്റി പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കാൻ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്. ദൂരസ്ഥലങ്ങളിലെ ക്ഷേത്ര ദർശനത്തിനോ അല്ലെങ്കിൽ തീർത്ഥാടനത്തിനോ ഈ മാസം അവസരം ലഭിക്കും. കുടുംബത്തോടൊപ്പം ഇത്തരം യാത്രകൾ നടത്തുന്നത് മനസ്സിന് കുളിർമ നൽകും. ഇഷ്ടദൈവങ്ങൾക്കായി വഴിപാടുകൾ നടത്തുന്നതിലൂടെ തടസ്സങ്ങൾ നീങ്ങുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയുള്ളവർ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തണം. ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം വേണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉദരരോഗങ്ങളോ വരാൻ സാധ്യതയുണ്ട്. പുറത്തു നിന്നുള്ള ആഹാരം പരമാവധി ഒഴിവാക്കുക. അവിട്ടം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയായതുകൊണ്ട് മുറിവുകൾ, വീഴ്ചകൾ എന്നിവ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും പടിക്കെട്ടുകൾ കയറുമ്പോഴും ശ്രദ്ധിക്കുക. അമിതമായ ജോലിഭാരം കാരണം മാനസിക ക്ഷീണം അനുഭവപ്പെടാം. ഉറക്കക്കുറവ് നിങ്ങളെ അസ്വസ്ഥനാക്കിയേക്കാം. രാത്രി വൈകി ഉറങ്ങുന്ന ശീലം മാറ്റാൻ ശ്രമിക്കുക. വിനോദങ്ങൾക്കായി സമയം കണ്ടെത്തുന്നത് മാനസിക ഉന്മേഷം നൽകും. ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ആഗ്രഹിച്ച വിഷയം തിരഞ്ഞെടുക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഠിനാധ്വാനം ആവശ്യമാണ്. കലാ, കായികം എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ മികച്ച വേദികൾ ലഭിക്കും. അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നത് ഗുണം ചെയ്യും. കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. സമൂഹത്തിൽ നിങ്ങളുടെ പദവി ഉയരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. നിങ്ങളുടെ വാക്കിന് മറ്റുള്ളവർ വില നൽകും. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് ജനസമ്മതി വർദ്ധിക്കും. പുതിയ വാഹനം വാങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് ഈ മാസം അത് നടപ്പിലാക്കാൻ സാധിക്കും. ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് രമ്യമായി പരിഹരിക്കപ്പെടും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നത് അവിട്ടം നക്ഷത്രക്കാരുടെ സ്വഭാവമാണ്. ഈ മാസത്തിൽ അത് നിങ്ങളുടെ ബന്ധങ്ങളെ ബാധിച്ചേക്കാം. അതിനാൽ സംയമനം പാലിക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് വലിയ തുകകൾ ബിസിനസ്സിലേക്കോ ഓഹരി വിപണിയിലേക്കോ നിക്ഷേപിക്കരുത്. ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ പോലും അവഗണിക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ഈ മാസത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. അവിട്ടം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയായതിനാൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുകയും പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുക. തടസ്സങ്ങൾ നീങ്ങാൻ ദിവസവും ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് നല്ലതാണ്. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. സാധുക്കൾക്ക് അന്നദാനം നടത്തുകയോ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ നൽകുകയോ ചെയ്യുന്നത് ഭാഗ്യം കൊണ്ടുവരും. ശനിയാഴ്ചകളിലോ തിങ്കളാഴ്ചകളിലോ ശിവക്ഷേത്രത്തിൽ ധാര വഴിപാടായി കഴിപ്പിക്കുന്നത് മനഃശാന്തി നൽകും. ചുരുക്കത്തിൽ 2026 മാർച്ച് മാസം അവിട്ടം നക്ഷത്രക്കാർക്ക് മുന്നേറ്റത്തിന്റെ മാസമാണ്. കഠിനാധ്വാനവും ക്ഷമയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയെയും മറികടക്കാം. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും ചിലവുകളിൽ നിയന്ത്രണം ആവശ്യമാണ്. കുടുംബത്തിന്റെ പിന്തുണയും ഈശ്വരാനുഗ്രഹവും നിങ്ങളെ വിജയവഴിയിൽ നയിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക.